മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിൽ അന്വേഷണം തുടങ്ങി. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം നടത്തുകയാണ്. ഡൽഹിയിലെ വിമാന കമ്പനിയുടെ ഓഫീസിൽ AAIB ഉദ്യോഗസ്ഥരെത്തി ദൃശ്യപരിധി കുറഞ്ഞതാണ് അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമികമായ നിഗമനം. രാവിലെ 8:45 വിമാനം തകർന്നു വീണ അജിത് പവാർ ഉൾപ്പെടെ 5 പേരുടെ ദാരുണാന്ത്യം സംഭവിച്ചത്. ബാരാമതിയിൽ വിമാനം ദുരന്തമുണ്ടായ സംഭവ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നിന്ന് അച്യുതനും ചേരുന്നു. അച്യുതൻ, ഇനി നമുക്കറിയാനുള്ളത് ഈ വിമാന ദുരന്തത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ ഈ അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നതാണ്. അവിടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥർ ഇന്ന് ഡൽഹിയിൽ വിമാന കമ്പനിയുടെ ഓഫീസിലെത്തി പരിശോധനകൾ നടത്തിയെന്ന് അറിയുന്നു. എന്തെങ്കിലും സൂചനകൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഈ വിമാനത്തിന് മറ്റ് തകരാറുകളോ നേരത്തെ കൂട്ടി എന്തെങ്കിലും കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് വിമാന കമ്പനി അധികൃതർ അറിയിച്ചതായി പുറത്തുവരുന്ന വിവരങ്ങൾ. അതിനപ്പുറത്തേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ്? രാജ്യത്തെ ഈ വിമാന അപകടങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഉന്നത അന്വേഷണ സംഘം കൂടിയാണ് ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. അവരിപ്പോൾ ഈ അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയിട്ടുള്ള ഈ വിമാന അപകടം, അതിന്റെ കൃത്യമായ കാരണം കണ്ടെത്താനുള്ള നടപടികളിലേക്ക് കൂടി AAIB കടന്നിരിക്കുന്നു. നിലവിൽ ഈ VSRന്റെ അതായത് ഈ ചാർട്ടേഡ് വിമാന കമ്പനിയായിട്ടുള്ള VSRന്റെ ഡൽഹിയിലെ ഓഫീസിൽ മഹിപാൽപൂരിലുള്ള ഓഫീസിലെത്തിയാണ് വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്. അതായത് ഈ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ റെക്കോർഡ് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഈ AAIBയുടെ സംഘം ഇവിടെ നിന്ന് ശേഖരിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ, ഇതിനു മുമ്പ് തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്തുതരം തകരാറുകളാണ് എന്നുള്ള ആ ഡാറ്റ റെക്കോർഡായിരിക്കും ശേഖരിക്കുക. ഒപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറുകൾ വിമാനം നേരിട്ടിരുന്നോ എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ പക്കൽ നിന്ന് ശേഖരിക്കാനാണ് ഈ ഉദ്യോഗസ്ഥർ എത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും AAIB സ്വാഭാവികമായും ഈ അപകടത്തിന്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്താനുള്ള ദൗത്യമാണ് അവർക്ക് മുൻപിലുള്ളത്. സ്വാഭാവികമായും ബ്ലാക്ക് ബോക്സ്, അതുപോലെ തന്നെ കോക്പിറ്റ് വോയിസ് റെക്കോർഡ് ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടായിരിക്കും വിശദമായ പരിശോധന നടത്തി എന്താണ് ഈ അപകടത്തിന് പിന്നിലെ കാരണം എന്നുള്ളത് കണ്ടെത്തുക. സ്വാഭാവികമായും ഈ അന്വേഷണത്തിന് ശേഷം ഒരു പ്രാഥമിക റിപ്പോർട്ട് എന്ന നിലയിൽ AAIB ഒരു പ്രസ്താവന വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകും. അതിനുശേഷമായിരിക്കും ഇതിനൊരു വിശദമായ റിപ്പോർട്ട് AAIB തന്നെ പുറത്തുവിടുക. എന്തായാലും നിലവിലിപ്പോൾ ഈ അന്വേഷണം AAIB ഏറ്റെടുത്തിരിക്കുകയാണ്. ശരി, അന്വേഷണം AAIB എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഏറ്റെടുത്തിരിക്കുന്നു. പ്രാഥമികമായ ചില വിലയിരുത്തലുകൾ വരുന്നത് ദൃശ്യപരിധിയിലുണ്ടായ പ്രശ്നമാണ് വിമാന ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്നതാണ്. ഏതായാലും ആ കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.